ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു പ്രധാന വിഷയത്തെ പറ്റിയാണ്. നാളെ നവംബർ മാസം 11-ാം തീയതി വ്യാഴമെന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹം വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. ഇപ്പോൾ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ആ കർക്കിടകം രാശിയിൽ തന്നെ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ് നാളെ നവംബർ മാസം 11 മുതൽ. എന്താണ് വക്രഗതി എന്ന് ചോദിച്ചാൽ, വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം എപ്പോഴും നേർരേഖയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹമാണ്. ആ ഗ്രഹം ആ ഒരു നേർരേഖ സഞ്ചാരത്തിന് വിരുദ്ധമായിട്ട് പിറകോട്ട് സഞ്ചരിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. അതായത് വ്യാഴത്തിൻ്റെ ഈ ഒരു വക്രഗതി കാലഘട്ടത്തിൽ വ്യാഴം നേർരേഖ സഞ്ചാരത്തിന് വിരുദ്ധമായി പിറകോട്ട് സഞ്ചരിക്കുന്ന ഈ ഒരു സമയം, ഇപ്പോൾ വ്യാഴം ഏതൊക്കെ രാശിക്കാർക്കാണോ ദോഷഫലങ്ങൾ നൽകുന്ന സ്ഥിതിയിലുള്ളത് അവരെ സംബന്ധിച്ച് ആ ദോഷഫലങ്ങൾ വിട്ടുമാറുകയും പിറകോട്ടുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം മൂലം ആ ദോഷഫലങ്ങൾക്ക് നേർവിപരീതമായിട്ട് ഗുണഫലങ്ങൾ ലഭിക്കുന്നതായുള്ള അനുഭവവും ഈ രാശിക്കാർക്ക് വന്നു ചേരും. വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 5 രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, സൗഭാഗ്യങ്ങൾ ഇതൊക്കെ ലഭിക്കുന്ന തരത്തിലാകും. വ്യാഴം പൂർണ്ണശുഭനായതുകൊണ്ടും എന്നാൽ വ്യാഴത്തിൻ്റെ ഓരോ വർഷത്തെയും ആ രാശിമാറ്റം ചില രാശിക്കാർക്ക് വളരെ ദോഷം നൽകുന്ന സ്ഥിതിയിലാകും ഉള്ളത്. ഈ ഒരു വക്രഗതി സമയത്ത് ആ ദോഷഫലങ്ങൾ വിട്ടുമാറി ആ രാശിക്കാർക്ക് ജീവിതത്തിൽ ഒരു മുന്നേറ്റ കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഇപ്പോൾ ആർക്കെങ്കിലും വ്യാഴ മഹാദശ നടക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ഒരു ദശയാണ് നടക്കുന്നതെങ്കിൽ കൂടി വ്യാഴത്തിൻ്റെ അപഹാരമാണോ, വ്യാഴം നിങ്ങളുടെ ജാതകവശാൽ ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഉത്തമമായിരിക്കും. പൊതുവേ ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി ഒരു 5 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, നേട്ടങ്ങൾ നിങ്ങൾക്ക് നൽകും. ഇനി നമുക്ക് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്നത് എന്ന് നോക്കാം. ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർക്ക് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി അത്യുത്തമമാണ്. പൊതുവെ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം ഒരു പാപഗ്രഹമാണ്. പ്രപഞ്ചത്തിൻ്റെ ശുഭനാണെങ്കിലും ശുക്രൻ്റെ രാശികളിൽ ഉൾപ്പെട്ടവരെ സംബന്ധിച്ച് വ്യാഴം ഒരു പാപനാണ്. ഇപ്പോൾ കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം നിങ്ങൾക്കത് 3-ാം ഭാവമായിട്ടാണ് വരുന്നത്. ഈ 3-ാം ഭാവം ഒരു ഉപജയസ്ഥാനം കൂടിയാണ്. ഈ 3-ാം ഭാവത്തിലാണ് വ്യാഴം ഈ കർക്കിടക രാശിയിൽ തന്നെ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുമ്പോൾ നിങ്ങൾ ഇടവം രാശിക്കാർക്ക് വ്യാഴത്തിൽ നിന്ന് ആ ഗുണഫലങ്ങൾ ലഭിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭവുമായി തീരും. പൊതുവെ വ്യാഴത്തിൻ്റെ ഈ ഒരു വക്രഗതി ഇടവം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് നൽകുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള വിഷമതകൾ വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഓരോ ഇടവം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ചും പലതരത്തിലുള്ള മാനസിക വ്യതകൾ, വിഷമങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, സ്വസ്ഥതക്കുറവ് ഇതിൽ കൂടെ കടന്നു പോകുന്നവർ ധാരാളമുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ആദ്യം ഒരു സമാധാനം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരും. നല്ല ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസമൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ഈശ്വരൻ നൽകും. നല്ല നല്ല അനുഭവങ്ങൾ, അതായത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിതത്തിൽ അനുഭവിച്ചു വന്ന കൈപ്പേറിയ പല ബുദ്ധിമുട്ട് ഉള്ള സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഈശ്വരാനുഗ്രഹം ലഭിക്കുക, പല മോശപ്പെട്ട കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി മനസ്സിന് ഒരു സമാധാനം നൽകുന്ന തരത്തിൽ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇടവം രാശിയിൽപ്പെട്ട പല വ്യക്തികളും നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നവർ ധാരാളമാണ്. അത് പലരെയും സംബന്ധിച്ച് പലതരത്തിലായിരിക്കും എന്നുള്ളതാണ്. ചിലർക്ക് അവരവരുടെ ജോലി സംബന്ധിച്ച്, അല്ലെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതം, ആരോഗ്യം, സാമ്പത്തികം, ഇങ്ങനെ പല കാര്യങ്ങളിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത നെഗറ്റീവായിട്ടുള്ള ചില അനുഭവങ്ങൾ ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിര നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ പറയാറില്ലേ, സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കിങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ല എന്ന് പറയുന്നത് പോലെയുള്ള പല പ്രശ്നങ്ങൾ, ഓരോരുത്തർക്കും പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി നാളെ മുതൽ ആരംഭിക്കുമ്പോൾ എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായിട്ട് വിട്ടുമാറും.
കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് ലഭിച്ചിരുന്നതെങ്കിൽ അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടായി അപ്രതീക്ഷിതമായ നന്മകൾ, പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർച്ച, ഒരു നന്മകൾ ലഭിക്കുക, തീരെ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നൊക്കെ ഒരു സാമ്പത്തിക സഹായം വന്നു ചേരുക, നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാവുക, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുക. ഇങ്ങനെ നിരവധി നന്മകളാണ് ഇടവം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുന്നത്. അതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നിരുന്ന പണമൊക്കെ 10 രൂപ വന്നാൽ 20 രൂപയുടെ ചിലവെന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പാഴ്ചിലവുകളോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ ഒക്കെ പലർക്കും ധാരാളം അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഒരു ശുഭകാര്യത്തിനെന്ന് പറഞ്ഞ് നമ്മൾ ചിലവഴിക്കുന്ന പണം കൂടെ അത് ഒരു പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം. അതായത് നമ്മൾ നന്മയ്ക്കെന്ന് പറഞ്ഞ് ചിലവഴിച്ചാൽ പോലും നമുക്കത് നല്ലതായിട്ട് ഒരു ഫലം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ, പാഴ്ചിലവുകളൊക്കെ പലർക്കുമുണ്ട്. അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ട് വിട്ടുമാറും. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കുവാനും ആ പണം ചിലവഴിക്കുന്നത് മൂലം ഒരു നല്ല ഗുണഫലം ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യത്തിനൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും വ്യാഴത്തിൻ്റെ വക്രഗതി അത്രമേൽ നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, മാനസിക സന്തോഷം, ആത്മവിശ്വാസം, ജീവിത വിജയത്തിന് ഒരു അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങളായിരിക്കും നൽകുക. ഇതിനെ നിങ്ങൾ ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തുക. നാളെ മുതൽ ആ വക്രഗതി ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നന്മകൾ, മാറ്റങ്ങൾ, നേട്ടങ്ങൾ ഓരോ ഇടവം രാശിക്കാരെ സംബന്ധിച്ചും വന്നു ചേരും. ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത് പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ മാറ്റങ്ങളും നന്മകളുമൊക്കെ വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടം നൽകും. ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവരവരുടെ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും വ്യാഴത്തിൻ്റെ വക്രഗതി എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വ്യാഴത്തിൻ്റെ വക്രഗതി ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്ന രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർ. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന അലച്ചിലുകൾ, കഷ്ടതകൾ, പ്രയാസങ്ങൾ, ദുഃഖദുരിതങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നോക്കുമ്പോൾ ചിങ്ങം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും ഒരുപാട് അലച്ചിലുകൾ, പരിശ്രമങ്ങൾ ജീവിതത്തിൽ വേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും ഈയൊരു അലച്ചിലുകളായിരുന്നു പലർക്കും ജീവിതത്തിൽ. ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കർമ്മസംബന്ധമായിട്ട് എത്ര പരിശ്രമിച്ചാലും ആ പരിശ്രമത്തിനൊത്തുള്ളൊരു ഫലം ലഭിക്കാതിരിക്കുക. ഒരു തൊഴിൽ, ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതിലേക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങളും ഒരുപാട് സാമ്പത്തിക തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ്. അതായത് എത്ര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താലും അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ തൊഴിലൊക്കെ ചെയ്യുന്നവർക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു ധനവരവ് ലഭിക്കുന്നില്ല എന്നുള്ളത്. കൈകളിലേക്ക് വരുന്ന പണം നമ്മളുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് ഒരു ചിലവ് ഉണ്ടായിത്തീരുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചും മറ്റു രീതിയിലും വരെ ഓരോ ചിലവുകൾ നടത്തേണ്ടി വരുന്ന അവസ്ഥയാണ് ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും അനുഭവത്തിലുള്ളത്. പലരെയും സംബന്ധിച്ച് പല കാര്യങ്ങൾക്കാണ് ആ ചിലവുകൾ എന്നുള്ളതാണ്. ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ. മറ്റു ചിലരെ സംബന്ധിച്ച് നമ്മുടെ കയ്യിലിരുന്ന പണം കൊടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് അത് ലഭിക്കാത്ത അവസ്ഥ. അങ്ങനെ പല രീതിയിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചിങ്ങം രാശിക്കാർ അനുഭവിക്കുന്നത്. അതിനൊക്കെ വളരെ നല്ല മാറ്റങ്ങളുണ്ടാകും. ഒരു ഭൂമി വാങ്ങുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച് അല്ലെങ്കിൽ ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളും പലർക്കും ഭൂമി സംബന്ധം, ഗൃഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ട് മാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെല്ലാം വളരെ മംഗളകരമായിട്ട് നടക്കുന്ന സമയം. ഗൃഹനിർമ്മാണമൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം വരെ നടത്തുവാനുള്ള യോഗം, ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുക, ഇതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അനുഭവത്തിൽ വരുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ഈ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മാറ്റമുണ്ടാകും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങൾ, ആ രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തി ലഭിച്ച് ശരീരത്തിനൊരു പൂർണ്ണ ആരോഗ്യം ഒക്കെ വീണ്ടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത്
കുറച്ച് കാലങ്ങളായിട്ട് വിദേശത്ത് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിദേശ ജോലി ലഭിക്കുന്ന സമയമാണ് ചിങ്ങം രാശിക്കാർക്ക്. അതുപോലെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാം. അതൊരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്കാണെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റു സ്ഥാപനത്തിലേക്കൊക്കെ ആണെങ്കിലും ഒരു ജോലി മാറ്റത്തിന് ശ്രമിച്ചാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ വളരെ നല്ല രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായ വിദ്യാർത്ഥികൾക്കും ഒരു വിദേശ പഠനമോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾക്കൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനായി ശ്രമിക്കാം. അതൊക്കെ സാധിക്കുന്ന ഒരു സമയവുമാണ്. പൊതുവെ വ്യാഴത്തിൻ്റെ ഈ ഒരു വക്രഗതി കാലഘട്ടം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ നിന്ന് അലച്ചിലുകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി ഒരു സമാധാനം സ്വസ്ഥത നൽകുന്ന തരത്തിലായിരിക്കും അനുഭവത്തിൽ. അതുപോലെ തന്നെ സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർക്ക് ഈശ്വരൻ സന്താന ഭാഗ്യം ചിങ്ങം രാശിക്കാർക്ക് നൽകുന്ന ഒരു സമയവും കൂടിയാണ് ഇത്. പൂർവിക വഴിയിൽ ഏതെങ്കിലും ഭൂമിയോ മറ്റു കാര്യങ്ങളോ ലഭിക്കാനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതൊക്കെ വന്നു ചേരും. ഭൂമി സംബന്ധിച്ച പ്രശ്നങ്ങൾ വിട്ടുമാറുന്ന കാലഘട്ടം. ചിങ്ങം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ അവർക്ക് നല്ല ഉയർച്ചകൾ ലഭിക്കുന്ന സമയം. വിദ്യാഭ്യാസം, ഉയർന്ന ജോലി, അതുപോലെ വിവാഹം, അങ്ങനെയുള്ള മംഗല്യഭാഗ്യം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വന്നു ചേരുന്ന സമയം. അവരവരുടെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്കും ഒരു ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരിക, ഒരു മനസ്സിന് സുഖം, സമാധാനം, സന്തോഷം അവരവരുടെ കുട്ടികളിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. വ്യാഴത്തിൻ്റെ ഈ ഒരു വക്രഗതി കാലഘട്ടം ചിങ്ങം രാശിക്കാർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ നന്മകളും ഗുണഫലങ്ങളും വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേരിട്ടുന്ന സാമ്പത്തിക പരാജയങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒക്കെ വിട്ടുമാറി അപ്രതീക്ഷിതമായിട്ട് ധനം വന്നു ചേരുന്ന ഒരു അനുഭവം ലഭിക്കും. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ, കടബാധ്യതകൾ വിട്ടൊഴിഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹം ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. അത്രമേൽ ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടം ചിങ്ങം രാശിക്കാർക്ക് ഗുണപ്രദമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറും. 10% പരിശ്രമിച്ചാൽ 100% ഫലം ലഭിക്കുന്ന കാലഘട്ടം. എല്ലാ തരത്തിലും നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരും. ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകർക്ക് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി അത്യുത്തമമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം കർമ്മ മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് തുലാം രാശിക്കാർ. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ ബിസിനസ് മേഖലയിലൊക്കെ അനാവശ്യമായ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്നവരാണ്. തുലാം രാശിയിൽപ്പെട്ട ചില വ്യക്തികളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആ ചെയ്തു വന്നുകൊണ്ടിരുന്ന ജോലി അപ്രതീക്ഷിതമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തിരുന്ന ആ ഒരു സ്ഥാനത്ത് നിന്നും നമുക്ക് താഴേക്ക് പോകേണ്ട ഒരവസ്ഥ, ഒരനുഭവം, ഇതൊക്കെ പലർക്കും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബിസിനസ്, തൊഴിൽ സംരംഭങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ചില പോരായ്മകൾ, ബുദ്ധിമുട്ടുള്ള അനുഭവത്തിൽ വരിക, കടബാധ്യതകൾ വരിക, സാമ്പത്തിക ക്ലേശങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും തൊഴിൽ, അവരവരുടെ കർമ്മം എന്താണോ ആ ജോലി സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ലഭിച്ചിരിക്കുന്ന അവസ്ഥ. അതുപോലെ ചിലരെ സംബന്ധിച്ച് നമ്മൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക്, ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് തീരെ ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്കൊക്കെ ഒരു ട്രാൻസ്ഫർ, ഒരു ഇടം മാറ്റം ഒക്കെ ലഭിച്ച ഒരനുഭവം പലർക്കുമുണ്ട്. അങ്ങനെ കർമ്മസംബന്ധമായിട്ട് ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ഇപ്പോൾ. തുലാം രാശിയിൽപ്പെട്ട ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് കർമ്മസംബന്ധമായ എല്ലാവിധ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടത്തോടുകൂടി വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിച്ച ഇടത്തേക്ക് നിങ്ങൾക്ക് ഒരു സ്ഥലം മാറ്റം, അങ്ങനെ തിരിച്ചു വരാൻ സാധിക്കുക. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു പ്രൊമോഷൻ, ഒരു സ്ഥാന ഉയർച്ച, പദവി ഉയർച്ച ഒക്കെ ലഭിക്കുക. അതുപോലെ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി കർമ്മ മേഖല വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്.
പലർക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും, ജോലി ഇല്ലാതിരിക്കുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ചും നിങ്ങളുടെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ചിട്ടുള്ള ഒരു പുതിയ ജോലി ലഭിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ സമയം. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന തുലാം രാശിക്കാർക്കും നിങ്ങളുടെ ജോലിയിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ, തടസ്സങ്ങൾ വിട്ടുമാറുക, കർമ്മസംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും വിട്ടുമാറുക, മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളം ലഭിക്കുക, ഇങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. പൊതുവെ നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരു സമാധാനം നൽകുന്ന തരത്തിലാണ് വ്യാഴത്തിൻ്റെ ഈ ഒരു വക്രഗതി കാലഘട്ടം നിങ്ങളിലേക്ക് വരുന്നതും. അതുപോലെ പ്രധാനമായി എടുത്തു പറയേണ്ട ഒന്നാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വിട്ടുമാറുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ലഭിക്കും. എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു തുലാം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അതിലൊക്കെ നിങ്ങൾക്കൊരു നല്ല മാറ്റമുണ്ടാകും. പുതിയ വഴികൾ തെളിഞ്ഞു കിട്ടും. അതുപോലെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ്. ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്ന തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ, അത് ദാമ്പത്യപരമായിട്ടാണെങ്കിലും എന്തെങ്കിലും ഭൂമി സംബന്ധിച്ച കാര്യങ്ങളോ മറ്റേത് കാര്യങ്ങളാണെങ്കിലും, അങ്ങനെയുള്ള കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായി വിട്ടുമാറുക, പലതും നിങ്ങൾക്ക് അനുകൂലത്തിൽ വരിക. അപ്പോൾ അങ്ങനെയുള്ള മാനസിക ക്ലേശങ്ങളിൽ നിന്നും അലച്ചിലുകളിൽ നിന്നുമൊക്കെ മുക്തി ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ നേരിടുന്ന പലതരത്തിലുള്ള, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും കുടുംബ ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ നേരിടുന്ന അനാവശ്യമായിട്ടുള്ളൊരു ശത്രുതാ മനോഭാവം, എതിർപ്പുകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതം സമാധാനത്തോടും സന്തോഷത്തോടും കൂടി മുന്നോട്ട് പോകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഇപ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടം മാനസികമായും ശാരീരികമായും സാമ്പത്തികപരമായും കർമ്മസംബന്ധമായിട്ടുമൊക്കെ ഒരു ഉയർച്ച, നന്മകൾ നൽകുന്ന തരത്തിലാണ് അനുഭവത്തിൽ ഉള്ളത്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്തിനെ നല്ല രീതിയിൽ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത് അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകർക്ക് നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി അത്യുത്തമമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു വരുന്നവരാണ് ധനുരാശിക്കാർ. പ്രത്യേകിച്ച് ധനുരാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സുഖമെന്ന ഒരു വാക്ക് കേട്ട് കാണുവാനുള്ള സാധ്യതയില്ല. അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും. ഒരു മനുഷ്യനെ സംബന്ധിച്ചൊരു സുഖാനുഭവം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതായത് ആരോഗ്യപരമായിട്ട് നല്ല രീതിയിലായിരിക്കണം, സാമ്പത്തികപരമായിട്ടൊരു നന്മയുണ്ടാകണം, അതുപോലെ ചെയ്യുന്ന ജോലി, കർമ്മം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് ഒരു സുഖാനുഭവം വന്നു ചേരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിലെ പ്രതിസന്ധി, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ കൊണ്ട് മനസമാധാനം ഇല്ലാത്ത ഒരു അനുഭവമാണ് പലരെയും സംബന്ധിച്ചിട്ടുള്ളത്. പലർക്കും ദാമ്പത്യ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ചെയ്യുന്ന ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ഇങ്ങനെ പലതരത്തിലാണ്. ഒരു സ്വസ്ഥത ഇല്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ആശുപത്രിവാസങ്ങളും അല്ലെങ്കിൽ അതിനു വേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, അത് അവനവൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ആയിട്ടോ കടം വാങ്ങുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ആശുപത്രിയിൽ പണം ചിലവഴിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്നവരും നിരവധിയാണ്. അപ്പോൾ ധനുരാശിയിൽപ്പെട്ട ഈ ഒരു വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിനൊക്കെ ഒരു നല്ല മാറ്റമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുന്നത്. ഒരാശ്വാസം തീർച്ചയായിട്ടും ലഭിക്കും. മുന്നോട്ട് നല്ല രീതിയിൽ പോകുവാനുള്ളൊരു ഈശ്വരാനുഗ്രഹം, ഒരു വഴി തെളിഞ്ഞു കിട്ടും. ഇത്രയും നാളും ലഭിക്കാതിരുന്ന മാനസികമായും ശാരീരികമായിട്ടുള്ളൊരു സുഖം, സമാധാനം തീർച്ചയായിട്ടും ലഭിക്കും. നിങ്ങളെ അലട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന പല പ്രശ്നങ്ങളും ഇനി മുന്നോട്ടുള്ള സമയത്ത് തീർച്ചയായിട്ടും വിട്ടുമാറും. ആരോഗ്യപരമായിട്ടൊക്കെ മുന്നേറ്റം ലഭിക്കും. സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങൾ, പരാധീനതകൾ വിട്ടുമാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ടും സാധിക്കും. ധനുരാശിയിൽപ്പെട്ട പല വ്യക്തികളും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു ഗൃഹം സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഇപ്പോൾ വസിച്ച് താമസിച്ചുകൊണ്ട് വന്നിരുന്ന ഭവനം ഒന്ന് പുതുക്കി പണിയാൻ, പുനർനിർമ്മിക്കാനൊക്കെ ഇറങ്ങിത്തിരിച്ച് അതൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കാതെ, അതുപോലെ പുതിയതായിട്ടൊരു ഭൂമി വാങ്ങി ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് അതും
പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. ചിലരെ സംബന്ധിച്ച് ഒരു അടിത്തറ മാത്രം കെട്ടിയിട്ട ശേഷം മുന്നോട്ട് അവർ ഗൃഹനിർമ്മാണം പുരോഗമിക്കാത്ത അവസ്ഥയും ഒക്കെയുണ്ട്. അങ്ങനെ പലതരത്തിൽ ഗൃഹം സംബന്ധിച്ച പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ഇപ്പോൾ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പുനരാരംഭിച്ച് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. ധനരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് വീണ്ടും കിട്ടുന്ന സമയം അതിലൊക്കെ നല്ല ഒരു പുരോഗതി ലഭിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. നിങ്ങൾക്കൊരു സമാധാനം, സുഖം, സന്തോഷം തീർച്ചയായിട്ടും ലഭിക്കും. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നുപോയവരാണ് പലരും. ഒരു ദാമ്പത്യത്തിൻ്റെ കാര്യം നോക്കുമ്പോഴും പലരുടെയും ജീവിതത്തിൽ പലതരത്തിലാണ് പ്രശ്നങ്ങൾ. വിവാഹത്തിന് ഇറങ്ങിത്തിരിച്ചാൽ, അതായത് വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ച് വിവാഹത്തിന് ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടും വിവാഹം നടക്കാതിരിക്കുക, അല്ലെങ്കിൽ എല്ലാം ഒത്തുവന്നാൽ അവസാന നിമിഷം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിവാഹം മുടങ്ങുന്ന അനുഭവം പലർക്കുമുണ്ട്. അതുപോലെ വിവാഹം നടന്നു, പക്ഷേ വിരലിലെണ്ണാവുന്ന ആഴ്ചകൾക്കുള്ളിലോ മാസങ്ങൾക്കുള്ളിലോ പോലും ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുക, രണ്ടുപേരും ജീവിത പങ്കാളികൾ രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാർ രണ്ട് വീടുകളിലായിട്ടൊക്കെ കഴിയേണ്ട അവസ്ഥ, ഇത് പലരെയും സംബന്ധിച്ച് പലതരത്തിലാണ് അനുഭവത്തിൽ വരിക. ചിലർക്ക് മറ്റ് ചില പ്രശ്നങ്ങൾ കൊണ്ട് അകന്നു കഴിയേണ്ട അനുഭവം. എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ച് ഒരു ജോലി സംബന്ധിച്ച് രണ്ടുപേരും രണ്ടിടങ്ങളിലോ രണ്ട് രാജ്യങ്ങളിലോ ഒക്കെ ആയിട്ട് വസിക്കേണ്ട അനുഭവം. ഇങ്ങനെ പലതരത്തിൽ ഒരു വേർപിരിയലിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി സ്ത്രീപുരുഷന്മാരെ സംബന്ധിച്ച് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങളിലെ തടസ്സവും. ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറുക, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിത പങ്കാളിയുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം അനുഭവത്തിൽ വരും. അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറി അനുയോജ്യമായ മംഗല്യഭാഗ്യം ലഭിക്കും. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു യോഗവും കൂടെ ഈശ്വരൻ നൽകുന്ന ഒരു സമയമാണ്. കർമ്മസംബന്ധമായ തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറുകയും ചെയ്യും. കർമ്മസംബന്ധം അവരവർ ചെയ്യുന്ന ജോലി മുഖാന്തരവും പലരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ വിട്ടുമാറി മുന്നോട്ട് പോകുവാൻ സാധിക്കും. എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ നിന്നൊരു മാറ്റമുണ്ടായി. കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവും ദാമ്പത്യപരവുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊരു മാറ്റമുണ്ടായി. നിങ്ങളുടെ ജീവിതത്തിലും ഒരു സമാധാനം, സുഖം, സന്തോഷം തീർച്ചയായിട്ടും ലഭിക്കും. ഈ ഒരു സമയത്തിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് വ്യാഴം. ധനു ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനും പൂർണ്ണ ശുഭനാണ്. അതുകൊണ്ട് ഒരുപാട് നന്മകൾ തീർച്ചയായിട്ടും ലഭിക്കും. ഈ ഒരു സമയം ധനുരാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാലുള്ള ദശാകാലങ്ങളും മറ്റുമൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ധനുരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും നാളെ മുതൽ അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിയിൽ വരുന്ന അവിട്ടം, ചതയം, പൂരിരുട്ടാതി നക്ഷത്ര ജാതകർക്ക് സമയം വളരെ വളരെ അനുകൂലമാണ്. വ്യാഴം നിങ്ങൾക്ക് 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. 6-ലെ വ്യാഴം പൊതുവെ അത്ര നല്ലതല്ല. പക്ഷേ ഇവിടെ 6-ാം ഭാവം ഉപജയസ്ഥാനമായതുകൊണ്ടും ഈ 6-ാം ഭാവത്തിൽ തന്നെ കർക്കിടകം രാശിയിൽ തന്നെ വ്യാഴം വക്രഗതിയിൽ പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അത് നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ചൊരു നേട്ടങ്ങളുടെ കാലഘട്ടമാണെന്ന് ഒറ്റ വാക്കിൽ പറയാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു 3-4 വർഷമായിട്ട് തന്നെ അനുഭവിച്ചു വന്നുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം ലഭിക്കുന്ന കാലഘട്ടമാണ്. ഈ 6-ാം ഭാവം എന്ന് പറയുന്നതാണ് രണരോഗ ശത്രുസ്ഥാനം. കടങ്ങൾ, രോഗങ്ങൾ, ശത്രുതകൾ, കേസുവഴക്കുകൾ, എതിർപ്പുകൾ, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ പിന്നോട്ട് നയിക്കുന്ന തരത്തിലുള്ള എല്ലാവിധത്തിലുള്ള നെഗറ്റീവുകളും നൽകുന്ന ഭാവമാണ്. ആ ഭാവത്തിൽ 6-ാം ഭാവത്തിൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്നത് കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങളായിരിക്കും. എത്ര വലിയൊരു സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെയോ കടബാധ്യതകളിൽ കൂടെയോ കടന്നു പോകുന്ന കുംഭം രാശിയിൽപ്പെട്ടൊരു വ്യക്തിയാണെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ഒരു വഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും, ഒരു മാർഗം തെളിഞ്ഞു കിട്ടും. തീരെ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഒരു ധനസഹായം നിങ്ങളിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ എത്ര വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും അതിനെ മറികടക്കാനുള്ള ഒരു ഈശ്വരാനുഗ്രഹമാണ് ലഭിക്കുക. അതുമൂലം ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ അനുഭവിച്ചു വരുന്ന എതിർപ്പുകൾ, ശത്രുതകൾ, നല്ലത് ചെയ്താലും ലഭിക്കുന്ന മോശപ്പെട്ട അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. അവരവരൊക്കെ ജോലി ചെയ്യുന്ന
തലങ്ങളിലൊക്കെ നിങ്ങൾ നേരിടുന്ന മാനസികപരമായ സംഘർഷം, ബുദ്ധിമുട്ടുകൾ, അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ അനുഭവിക്കുന്ന ഒരു വിങ്ങലുകൾ, മാനസിക പ്രശ്നങ്ങൾ, ഇതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം, സുഖം ലഭിക്കുന്ന ഒരു കാലഘട്ടം, നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടുകയും നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടി, ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുംഭം രാശിക്കാരുണ്ടെങ്കിൽ അത് അവനവൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളോ കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടൊക്കെയോ അതിനുവേണ്ടി സമയം, പണം ഒക്കെ ചിലവഴിക്കുക, അല്ലെങ്കിൽ അലച്ചിലുകൾ അനുഭവത്തിൽ വരിക, ഇങ്ങനെയുള്ളവരാണെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായി മാറി ആരോഗ്യത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും വിട്ടുമാറി ആരോഗ്യം പൂർണ്ണമായിട്ട് അവരവർക്കും അവരവരുടെ കുടുംബത്തിലുള്ളവർക്കും അത് ലഭിക്കുന്ന ഒരു സമയമാണ്. കേസ് അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്കൊരു നല്ല മാറ്റമുണ്ടാകും. പലതും അനുകൂലത്തിൽ വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ, മാറ്റങ്ങൾ, നന്മകളാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നൽകുന്നത്. പ്രത്യേകിച്ചും വ്യാഴം 6-ാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ധനപരമായിട്ടുള്ള നേട്ടം തീർച്ചയായിട്ടും വന്നു ചേരും. അത് ഞാൻ ആദ്യമേ പറഞ്ഞു, അത്രമേൽ സാമ്പത്തികപരമായൊരു മാറ്റമുണ്ടാകും. അവരവരുടെ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭം. പലരുടെയും കുടുംബത്തിൽ ഒരു വിവാഹം നടക്കാം ഈ ഒരു സമയത്ത്. അതുപോലെ ഒരു ഗൃഹപ്രവേശം നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ, അതുപോലെ സ്വന്തം ബന്ധങ്ങൾ കഴിഞ്ഞ് കുറേ കാലങ്ങളായിട്ട് വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന സ്വന്തം ബന്ധങ്ങളുമായിട്ട് ഒരുമിക്കുവാനുള്ള ഒരു അവസരം ഒക്കെ ഉണ്ടാകും. അവരവരുടെ കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും, അതായത് ജീവിത പങ്കാളികൾക്കിടയിൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറുക. ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുക. അവരവരുടെ വാക്കിന് മറ്റുള്ളവർ വില നൽകുന്ന, മതിപ്പ് നൽകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ചെറുതാണെങ്കിൽ പോലും ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കുക. ആ പണം ചിലവഴിക്കുന്നത് മൂലം മനസ്സിന് സമാധാനം ലഭിക്കുക. അതുപോലെ അതുകൊണ്ട് ഒരു ഗുണഫലം നിങ്ങൾക്കും കുടുംബത്തിനും ലഭിക്കുന്ന ഒരു കാലഘട്ടം. ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യത്തിനുള്ള ഒരു സാഹചര്യവും ഈ കാലഘട്ടങ്ങളിൽ കുംഭം രാശിക്കാർക്ക് വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലെ പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നൊരു സമയവുമാണ്. അതിനുള്ള സാഹചര്യം ഈശ്വരൻ തന്നെ നിങ്ങൾക്കത് നൽകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി വളരെയധികം സ്വാധീനം ചെലുത്തും എന്നുള്ളത് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സമാധാനം, ആരോഗ്യം, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റം, ഒരു മുക്തി, അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ സുഖം, സമാധാനം, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടം നൽകും. ഈ ഒരു സമയം കുംഭം രാശിക്കാർ ഇതിനെ വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ 10% പ്രയത്നിച്ചാൽ 100% ഫലം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടായിരിക്കും പല മാറ്റങ്ങളും നന്മകളും വന്നു ചേരുന്നത്. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം, ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.